ആ അല്ല അത് സന്തോഷമാണ്. അമ്മ, ഈ മാങ്ങ വെച്ചിട്ടേ ഇന്നിങ്ങനെ കഴിക്കാതെ നമുക്കിത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരിയോ മാമ്പഴ പച്ചടി ഉണ്ടാക്കുക. ഓക്കെ, മാമ്പഴ പച്ചടി ഉണ്ടാക്കി തട്ടെ. വാവയ്ക്ക് മധുരമുള്ള പച്ചടി ഇഷ്ടമല്ലേ? അപ്പൊ ശരി, അപ്പം മാമ്പഴ പച്ചടി ഉണ്ടാക്കാം. ഓക്കെ ശരി, നവാ കമോൺ. ഉണ്ണി എന്തോ? അപ്പോൾ മാമ്പഴ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അമ്മ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ആ പഴുത്ത മാങ്ങ നമ്മൾ ചട്ടിയിലാണേ ഉണ്ടാക്കുന്നത്. പഴുത്ത മാങ്ങ ചട്ടിയിലേക്ക് ഇടാം. നല്ല മധുരമുള്ള മാങ്ങയല്ലേ ഉണ്ണി? നല്ല മധുരമുള്ള മാങ്ങ. അപ്പോൾ മാങ്ങ ഇട്ടു. ഇനി ഇതിലേക്ക് എന്തൊക്കെയാ ആവശ്യം എന്നറിയോ? ഇല്ല, പറഞ്ഞുതരൂ. ഇതൊരു 3 പച്ചമുളക് ഉണ്ട്, നടു ചീന്തി 4 മുറിച്ചത്. ഈ ഫുൾ പച്ചമുളകും ഇപ്പം ഇടുന്നില്ല കേട്ടോ കണ്ണ. എന്താ അറിയോ? അപ്പോൾ ഉണ്ണി അവ 3 പച്ചമുളകാണ് നടു ചീന്തി 4 മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പച്ചമുളക് നമ്മൾ ഇപ്പം ഇട്ടു കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തിനാണെന്നറിയോ? ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് ഇടുമ്പോൾ അതിനൊരു പച്ച ഫ്ലേവർ വരും, അത് രസമാണ്. അപ്പോൾ പച്ചമുളക് ഇട്ടു. പിന്നെ അതിലേക്ക് നമുക്ക് എന്ത് വേണമെന്നറിയോ? കറി നല്ല മഞ്ഞ കളർ വേണ്ടേ? അമ്മയ്ക്ക് നല്ല മഞ്ഞ കളറിലാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ ഇട്ടു. ഉപ്പ് ഇതൊന്ന് വെന്തിട്ട് നമുക്ക് ഉപ്പ് ഇട്ടാൽ മതി. ഓക്കെ. ഒരിത്തിരി കറിവേപ്പില ഇടാം. കുറച്ച് കറിവേപ്പില ഇട്ടു. ഓക്കെ. ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചു. അത്യാവശ്യം ഇതിങ്ങനെ മുങ്ങിക്കിടക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി എന്താ പണിയില്ല, അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ ഉണ്ണി. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചു, നമ്മുടെ ചട്ടി വെച്ചു. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോളേ ഉണ്ണി, എന്തോ നമ്മൾ അടുപ്പത്ത് വെച്ചുവല്ലോ. വെച്ചു. ഇനി അത് വേവാൻ കുറച്ച് സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു അരമുറി നാളികേരം, അരേനേക്കാൾ കൂടുതൽ 3/4 മുറി നാളികേരം നമ്മൾ ചിരവി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടു. അപ്പോൾ നാളികേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയോ എടുത്തേ? ഇത് പെരുംജീരകം, ഇത് ചെറിയ ജീരകം. ചെറിയ ജീരകമാണ് നമ്മൾ ഇടുന്നത്. കണ്ടോ? അത്യാവശ്യം ജീരകം വേണം, ജീരകത്തിൻ്റെ രുചി വരണം. അപ്പോൾ അത് ജീരകം ഇട്ടു. ഇനി നമ്മൾക്ക് ഇഞ്ചി, ഈ ഒരു കഷ്ണം ഇഞ്ചി കണ്ടോ? ഈ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ചേർക്കാണ്ട് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കും. അതിന് ശേഷം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കും. അപ്പം അമ്മ അരച്ചിട്ട് വരാം കേട്ടോ ഉണ്ണി. ശരി. അപ്പം അമ്മ വെള്ളം ചേർക്കാണ്ട് അടിച്ചു എന്നല്ല. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റാണ് ഉണ്ണി. അമ്മ ഒന്നും കൂടി അരച്ചിട്ട് വരാം കേട്ടോ. നല്ല സ്മെല്ലാണല്ലോ അമ്മ. അതെന്താണെന്നറിയോ? നമ്മുടെ ജീരകത്തിന്റെ സ്മെല്ലാ. ജീരകത്തിന്റെ സ്മെല്ല് അത് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ വരും. അവയ്ക്ക് ഓർമ്മല്ലേ നമ്മുടെ പൈനാപ്പിൾ പച്ചടി, പിന്നെ വേറെ ഏതായിരുന്നു? പപ്പായ പച്ചടി. അതാ. ശരി. ഉണ്ണി, നമ്മൾ അരച്ചു വെച്ചു കഴിഞ്ഞു കേട്ടോ. ജീരകവും നാളികേരവും വെള്ളം ചേർത്ത് അരച്ചു. പിന്നെ അമ്മ കുറച്ച് കടുക് എന്ത് ചെയ്തു? നമ്മളെ ഇടിക്കല്ലിലിട്ടിട്ട് ചതച്ചെടുത്തു. കണ്ടോ? ഇനി ഈ സാധനം ഏകദേശം ഒരു സ്പൂൺ വരും. അത് നമ്മുടെ തൈര് എന്ന് വെച്ചാൽ ഇതിനൊരു 4 സ്പൂൺ തൈരാണ് അമ്മ എടുത്തത്. അപ്പോൾ ആ തൈരിലേക്ക് നമ്മുടെ കടുകിനെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ അവസാനം ഓരോ ആവശ്യമുള്ളതാണ്. അപ്പം മാങ്ങ വേവണ നേരം കൊണ്ട് നമുക്കിതൊക്കെ ചെയ്തു വെക്കാൻ പറ്റും. നമുക്ക് സമയത്തിന്
ചുമ്മാ വേസ്റ്റ് ആക്കണ്ടല്ലോ. ചെയ്യാം. അതെ, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ റിസോഴ്സസ്. അതെന്താ അറിയോ ഉണ്ണി? ഇല്ല. അത് എക്കണോമിക്സാ. ഒക്കെ പഠിക്കും കേട്ടോ ഉണ്ണി. എക്കണോമിക്സ് അടുത്ത വർഷം എന്തോ പഠിക്കുമെന്ന് മിസ്സുമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെയോ? ആ. 8ാം ക്ലാസ്സിൽ എക്കണോമിക്സ് ഒക്കെ ഉണ്ടോ? ആ, ഉണ്ടെന്ന് പറയുന്ന കേട്ടു. ആ, ഇപ്പൊ 7ാം ക്ലാസ് തുടങ്ങിയില്ലേ? ആ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലേ? ആ, അപ്പം നമ്മുടെ തൈരും കടുകും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചു. ഓക്കേ. ഇത് നമുക്ക് അവസാനം ഒഴിക്കാനുള്ളതാണേ. ആ, നമ്മൾ ചെയ്ത് വെച്ചു എന്ന് മാത്രം. ആ, അപ്പം ശരി, നമുക്ക് ഇനി ആ മാങ്ങ ഒക്കെ ഒന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകണം, ഒന്ന് വറ്റണം. ഓക്കേ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഉണ്ണി. ഓക്കേ. ശരി ഉണ്ണി. അപ്പം നമ്മുടെ മാങ്ങ എത്രത്തോളം ആയി എന്നൊന്ന് നോക്കാം. ആ, അതൊക്കെ ഇങ്ങനെ വെന്ത് ഉടയണൊക്കെ ഉണ്ട്. ആ, അപ്പം നമുക്ക് ഈ സമയം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണേ ഇടുന്നേ ഉണ്ണി. ആ, ഉപ്പിട്ടു. ഇനി അവസാനം നമുക്ക് നോക്കാം കൂടുതലോ കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പം നോക്കി നമുക്ക് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒന്ന് നന്നായി ഇളക്കണം. ഇപ്പം എല്ലായിടത്തും ഒരേപോലെ ആവണ്ടേ? ആ, അപ്പോൾ അത് ഇളക്കി നമുക്കിനി വീണ്ടും അടച്ചു വയ്ക്കാം. ഇവിടെ മൺചട്ടി ആയ കാരണം തീ നല്ല ഫുൾ ഫ്ലെയിമിലാകുമ്പോൾ വെച്ചിട്ടുള്ളത്. തീ കുറച്ചിട്ടൊന്നുമില്ല, ഫുൾ ഫ്ലെയിമിലാണ്. ഓക്കെ, ആവട്ടെ കേട്ടോ. ഓക്കേ. അപ്പോൾ നമ്മുടെ മാങ്ങയത്തെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നാളികേരം, ജീരകം, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു. അപ്പോൾ ആ നാളികേരം ഇടുകയാണേ. അതിലൊരു തുള്ളി വെള്ളം, ആ അരച്ച മിക്സിയിൽ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഇടക്കാം കേട്ടോ. ഓക്കേ. ഇങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടോ? മിക്സി കഴുകി എടുക്കാറുണ്ടോ? ചിലവരൊന്നും ചെയ്യാറില്ല, ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആ നാളികേരത്തിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറണം. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാം. നല്ല സ്മെല്ലുണ്ടല്ലോ അമ്മ. അപ്പോൾ നമ്മുടെ നാളികേരം ഇട്ടിട്ടും കുറച്ച് സമയമായി. അതൊക്കെ ഒന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് മാറി. ഇപ്പം നല്ല ജീരകത്തിൻ്റെ സ്മെല്ലാട്ടോ ഉണ്ണി വരണേ, അല്ലേ? ഉണ്ണിക്ക് തോന്നുന്നില്ലേ അത്? ആ, ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തൈര്, പിന്നെ ചതച്ച കടുക്, ചീന്തി വെച്ച പച്ചമുളക്, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും സാധനം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. ഓക്കേ. എന്നിട്ട് ഇതൊന്ന് ഇളക്കുന്നു. നമ്മുടെ തീ ഓഫാക്കുന്നു. ചട്ടിയിലായ കാരണം ആ ചട്ടീൻ്റെ ചൂടിൽ ഇതൊന്നും കൂടി അവിടെ കിടന്നൊന്ന് കുക്കാവും. എല്ലാം മിക്സ് ചെയ്തു. നമ്മൾ തീ ഓഫാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചടിയിലേക്ക് കുറച്ച് കടുക് വറവിടണം. അതിന് ചെറിയ കടായി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കേ. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഓക്കേ. അത് പൊട്ടട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടോ ഉണ്ണി. ഇനി 2 ഉണക്കമുളക് ഒന്ന് നടു മുറിച്ചിട്ട് അതും ഇട്ട് കൊടുത്തു. ഓക്കേ. അതും ആയിക്കഴിഞ്ഞാൽ അതായി തീ ഓഫാക്കി. തീ ഓഫാക്കിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് പണിയുണ്ട്. എന്താന്ന് വെച്ചാലേ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ വേണ്ടേ? അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, ഇത് ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വറവ്
നമ്മൾ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ നല്ല സ്മെല്ലാണ്. ആ വെളിച്ചെണ്ണയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി. ഇത് മഞ്ഞൾപ്പൊടി ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ്. ആ നമ്മൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാ ഉണ്ണി. തൃശ്ശൂരത്തൊരു ചേച്ചി അവർ സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുന്ന, നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടിട്ട് വാങ്ങിച്ചതാ. എനിക്ക് ഓർമ്മ ഉണ്ടോ അത്? നമ്മളന്ന് കണ്ടല്ലേ. അവരുടെ ഒറിജിനൽ സാധനം കേട്ടോ. അവരുടെ വേറെ 2-3 ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയാ. മറ്റൊരു ലേഹം പോലത്തെ സംഭവം. കുർക്കുമീൻ. അതെ, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അവര് ഉണ്ടാക്കാൻ ആ ചേച്ചിക്ക് കണ്ണ് കാണില്ല. പക്ഷെ മഞ്ഞൾ കൃഷി ചെയ്ത് മഞ്ഞൾ കൊണ്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ നമ്മള്. നല്ല ഒറിജിനൽ മഞ്ഞൾ. അപ്പൊ നമ്മുടെ പച്ചടിയൊക്കെ റെഡിയായി. നമ്മുടെ ഇന്നത്തെ പച്ചടിയിൽ മധുരം ചേർത്തിട്ടില്ല, കാരണം മാങ്ങ നല്ല മധുരം ഉണ്ടേ. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അപ്പൊ അത് കാരണം നമ്മള് എന്ത് ചേർത്തില്ല, വേറെ എക്സ്ട്രാ മധുരം ഒന്നും ചേർത്തില്ല. ഓക്കേ. ഉണ്ണിക്ക് ടേസ്റ്റ് നോക്കണോ? അമ്മ ഊതി തരാം, നീ കൈ പൊള്ളൂട്ടോ. അമ്മേന്റെ കയ്യിലാക്കി തരേ. സ്മെല്ല് നല്ല സ്മെല്ലാണ്. ചൂട് ചൂട് എടുക്ക്. അടിപൊളി. ചൂടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. മധുരം ഇട്ടില്ലെങ്കിലും മധുരം ഇട്ട പോലെ തോന്നുള്ളൂ. അത്ര മധുരത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ ഇനി ഉണ്ണിക്ക് ചോറ് വിളമ്പി തരാം. ഇനി ചോറ് കൂട്ടി കഴിച്ചിട്ട് എന്താന്നുള്ളത് പറയൂ. അപ്പൊ ഉണ്ണിക്കുട്ടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. ഉണ്ണിക്കുട്ടിക്ക് ചോറ് വിളമ്പി കൊടുക്കാം. ഇന്ന് ചുമന്ന അരി, അതായത് ഞവര അരിയാണ്. ഞവര അരി ചോറ് കുറച്ച്. ഉണ്ണിക്കുട്ടി അധികം കഴിക്കില്ല, അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ ഞവര അരി ഉണ്ടല്ലോ, ഇപ്പം ഇവിടെ നമ്മൾ പൊതുവേ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കുറച്ചേ കഴിക്കാൻ പറ്റാറുള്ളൂ, വളരെ കുറച്ച്. നല്ല ഹെവി ആട്ടോ ഞവര അരീൻ്റെ ചോറ് എന്ന് പറയുമ്പോൾ. പിന്നെ അതിലേക്ക് ഇതാ നമ്മുടെ മാമ്പഴ പച്ചടി. മാമ്പഴ പച്ചടി പിന്നെ മുരിങ്ങക്കായ എന്ത് ചെയ്തുവെന്നറിയോ, തക്കാളി ഇട്ട് മുളക് ഇട്ടിട്ടുണ്ട്. ഉണ്ണിക്കിഷ്ടല്ലേ? പിന്നെ ഇത് നമ്മുടെ അന്ന് കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നില്ലേ ചേന, അത് ഫ്രൈ ചെയ്തത്. നല്ല രുചിയാ, നാളികേരവും ജീരകമൊക്കെ ഇട്ടിട്ട്. ഇത് ചോറിന് തുറക്കുന്ന ഒരു സാധനം. പിന്നെ ഉണ്ണിക്ക് ഇഷ്ടമുള്ള സാധനം ചമ്മന്തി. ഉണ്ണിക്ക് ചമ്മന്തി. ഇനി പപ്പടം വേണ്ടേ? ഉണ്ണിക്ക് മാത്രം ഒരു പപ്പടം. ബാക്കി പപ്പടം ഇവിടെ കാശുണ്ട് കേട്ടോ, പേടിക്കണ്ട കേട്ടോ, കഴിച്ചാൽ തരാട്ടോ. അപ്പൊ ഇനി അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചട്ടെ. ക്യാരറ്റ് ഉള്ളിയൊക്കെ ഇട്ടെ സാലഡാണേ, അതും കൂടി ഒഴിച്ച ഉണ്ണിക്കുട്ടി കഴിച്ചു നോക്കൂ. കഴിച്ചു നോക്കട്ടെ. ആദ്യം നമ്മുടെ മാമ്പഴ പച്ചടി വെച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ചൂടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ. കൊള്ളാലോ, എന്നാ കഴിച്ചോ. നീ ബാക്കിയെല്ലാം കഴിച്ചു നോക്കി. അമ്മ ഒന്ന് കഴിച്ചു നോക്കൂ. ഓക്കേ. ഇഷ്ടായോ? ചൂട് കൂടുതലുണ്ടോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചൂട്. കൈ പൊള്ളുന്നില്ലല്ലോ. ഓക്കെ, അമ്മ ഒന്ന് കഴിച്ചു നോക്കൂ. നല്ല രുചി. ശരിക്കും മാങ്ങ നല്ല മധുരമുള്ളതായ കാരണം ആ മാങ്ങേൻ്റെ മധുരം, വേറെ എക്സ്ട്രാ മധുരമൊന്നും ചേർത്തില്ല. മാങ്ങേൻ്റെ മധുരം, തൈരിൻ്റെ പുളി വന്നിട്ടുണ്ട്, എരിവ് പാകത്തിന്, ഉപ്പ് പാകത്തിന്, നല്ല പച്ചടി. ഉണ്ണിക്കുട്ടി ഇപ്പൊ പച്ചടി ഉണ്ടാക്കാൻ പഠിച്ചു കാണുമായിരിക്കും അല്ലേ? അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. സാരമില്ല,
അടുത്ത പച്ചടി ഉണ്ണിക്കുട്ടിയാണ് ഉണ്ടാക്കുക. ഏ ആ ഇനി എന്തെങ്കിലും കിട്ടുമ്പോൾ അതേപോലെ നമുക്ക് പച്ചടി ഉണ്ടാക്കാം. ഓക്കേ. ശരി, ഉണ്ണിക്കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. നിങ്ങളും ഭക്ഷണം കഴിക്കുക അല്ലേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. വല്ല പുതിയ റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഓരോരുത്തരും നമ്മളെ വിളിച്ച് പറയാറുണ്ട് അവരുടെ റെസിപ്പീസ് വേറെ പുതിയതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുന്ന നിങ്ങളെയായിട്ട് നമ്മൾ ഷെയർ ചെയ്യും. അതേപോലെ ഓരോരുത്തർ കണ്ടിട്ട് കമൻസ് പറയാറുണ്ട്, നമ്മുടെ അടുത്ത് പേഴ്സണലി വിളിച്ചിട്ടും മെസ്സേജിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമ്മൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് നമ്മളെ അറിയിക്കുക. പേഴ്സണലി അറിയിക്കുന്നതും നമുക്ക് സന്തോഷമാണ്. അപ്പം ഞങ്ങളും കഴിക്കാം, നിങ്ങളും കഴിക്കൂ. നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഇഷ്ടം ആയത് നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മളെ അറിയിക്കണം. ബാക്കി ഫീഡ്ബാക്ക് എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ്